സാധനങ്ങൾ: ഒരു കളർ പേപ്പർ, പിന്നെ സിസേഴ്സും. ആദ്യം നമുക്ക് ഈ കളർ പേപ്പർ സ്ക്വയർ ആക്കി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ അത് ചെയ്തു. ഇനി നമുക്ക് ഇത് ഹാഫ് ആക്കി ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡ് ഈ സെന്റർ ലൈനിലോട്ട് ഒന്ന് മടക്കാം. അങ്ങനെ മറ്റേ സൈഡും ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് മറിച്ച് വെക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് മടക്കാം. ഇങ്ങനെ മടക്കാം. നിങ്ങൾക്കിത് A4 ഷീറ്റും കൊണ്ടും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ പോയിന്റിലോട്ട് മടക്കാം. അതുപോലെ ഈ പോയിന്റിലോട്ട്. ഓക്കെ, ഇനി നമുക്കിത് അൺഫോൾഡ് ചെയ്യാം. ഇനി നമ്മൾ മറ്റേ സൈഡും എടുത്തിട്ട് ഈ പ്രോസസ്സ് ഒന്നും കൂടിയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് അൺഫോൾഡ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇത് ഒന്നും കൂടി അൺഫോൾഡ് ചെയ്യാം. അപ്പം ഇപ്പം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഡയമണ്ട് ഷേപ്പ് കാണാം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു പിരമിഡ് കിട്ടിയിരിക്കും. ഇതുപോലെ ഈ സൈഡിലോട്ട് ചെയ്യാം. ഇതാ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റ് ഈ ലൈനിലോട്ട് ഒന്ന് മടക്കാം. ഓക്കെ, ഇനി നമുക്കിത് അൺഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ സ്ക്വയർ കാണാം. അതിൻ്റെ ഈ സൈഡ്സ് ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡ്സും ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ ഇച്ചിരി ലൈൻസ് കാണും. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് പോകുന്ന. അപ്പോൾ നമ്മൾക്ക് അതും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഈ വാതിൽ തുറക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഇത് ഉള്ളിലോട്ടാക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് ഒരു പിരമിഡ് ഷേപ്പ് കാണാം.
അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോൾ മറ്റേ സൈഡ് നോക്കുമ്പോൾ ഇവിടെ ഒരു ഹോളും കാണാം. അപ്പോൾ നമ്മൾക്ക് ഈ വാതിലില്ലേ അതൊന്ന് മടക്കാം, സാധാ ഫോമിലോട്ടൊന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു നീറ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് മറ്റേ സൈഡ് നോക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ അത് ശരിക്ക് ആ എഡ്ജസ് ഒന്നും ശരിക്കാവില്ല. അപ്പം നമുക്കതൊന്ന് ശരിയാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചെയ്ത പ്രോസസ്സ് തന്നെ ഇങ്ങോട്ടും ചെയ്യണം. അപ്പം നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വാതിൽ തുറക്കുക, ഇത് ഒന്ന് മുമ്പിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പം ഇത് ഊരരുത്. എന്നിട്ട് നമ്മൾക്ക് ഇത് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫോൺ സ്റ്റാൻഡ് റെഡി ആയിരിക്കുന്നു.